നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് അണ്ണാമലയുടെ തീരുമാനം എന്ത് എന്ന ചോദ്യമാണ്. ബി.ജെ.പിയിൽ നിന്ന് ഏറെ നാളായി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന അണ്ണാമലൈ ബി.ജെ.പി വിട്ട് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമോ എന്നതാണ് ചർച്ചാ വിഷയം. അങ്ങനെയുള്ള ചില സൂചനകൾ പുറത്തു വന്നതായി നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അണ്ണാമലൈ ബി.ജെ.പി ബന്ധം ഉപേക്ഷിച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണെന്നും സിനിമാ നടൻ രജനീകാന്തുമായി ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടത്തിയെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത്തരം വാർത്തകൾ വരുമ്പോൾ നേരിട്ടെത്തി അണ്ണാമലൈ ആ വാർത്തകളെ നിഷേധിക്കുക പതിവായിരുന്നു. പക്ഷേ ഇത്തവണ വാർത്തകൾ വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അണ്ണാമലൈയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നില്ല. ബി.ജെ.പി നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള തീരുമാനത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ബി.ജെ.പി നേതാക്കന്മാരുടെ പ്രതികരണം. പക്ഷേ അണ്ണാമലൈ ഇന്നിപ്പോൾ ഈ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ ദില്ലിയിലെത്തുകയാണ്. അണ്ണാമലൈ പാർട്ടി വിടുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ദില്ലിയിലെത്തുന്നത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. പാർട്ടി വിടുകയാണ് എങ്കിൽ ഒരുപക്ഷെ പാർട്ടി തീരുമാനങ്ങളെല്ലാം തമിഴ്നാട്ടിൽ വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. ഇനിയും ബി.ജെ.പിയുമായി ചർച്ച നടത്തേണ്ട കാര്യമില്ല. പക്ഷേ അണ്ണാമലൈ ഇന്നിപ്പോൾ ദില്ലിയിലെത്തിയിരിക്കുന്നു. കേന്ദ്ര നേതൃത്വത്തെ കണ്ട് ചർച്ച നടത്തുക, പ്രത്യേകിച്ചും ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി ചർച്ച നടത്തുക എന്നുള്ളതാണ് അണ്ണാമലൈയുടെ ലക്ഷ്യമെന്നറിയുന്നു. പക്ഷേ നിതിൻ നബീൻ ഇന്ന് ദില്ലിയിലില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്ത് ചർച്ചകളാണ് അണ്ണാമലൈ ദേശീയ നേതൃത്വവുമായി നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ തമിഴക രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അണ്ണാമലൈ ഡൽഹിയിലെത്തി ബി.ജെ.പി ദേശീയ നേതൃത്വത്തെ കാണുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടി വിടാനും പുതിയ പാർട്ടി രൂപീകരിക്കാനുമുള്ള അണ്ണാമലൈയുടെ തീരുമാനം ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഇനിയും ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ഈ ചർച്ചകൾ സൂചിപ്പിക്കുന്നത്. പിണങ്ങി നിൽക്കുന്ന അണ്ണാമലയെ ഏത് രീതിയിലും അനുനയിപ്പിച്ച് പാർട്ടി വിട്ടുപോകുന്നത് ഒഴിവാക്കുക എന്നതായിരിക്കാം ഇന്നിപ്പോൾ കേന്ദ്ര നേതൃത്വം നടത്തുന്ന ദൗത്യം. അതായത് ഏറെ അസ്വസ്ഥനാണ് അണ്ണാമലൈ, അതൃപ്തനാണ് അണ്ണാമലൈ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി ഇങ്ങനെ ഈ ബി.ജെ.പി രാഷ്ട്രീയത്തിനുള്ളിൽ തുടരാൻ കഴിയില്ല എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. എന്നിട്ടും അദ്ദേഹം കൃത്യമായ ഇൻചാർജ് പൊസിഷനിലേക്ക് വരാൻ അന്ന് തയ്യാറായിരുന്നില്ല. നേരത്തെ രാഷ്ട്രീയം മതിയാക്കുകയാണെന്നും കൃഷിയിലേക്ക് തിരിയുകയാണെന്നും ഒക്കെയുള്ള സൂചനകൾ അണ്ണാമലൈ നൽകിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് പാർട്ടി വിട്ട് പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ അണ്ണാമലൈ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നത്. തമിഴകത്ത് ഇപ്പോൾ അണ്ണാമലൈയുടെ പോസ്റ്ററുകൾ ശക്തമാണ്. ധീരനായ മനുഷ്യൻ എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അണ്ണാമലൈയുടെ പുതിയ പാർട്ടിക്ക് തുടക്കം കുറിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ ഇന്നിപ്പോൾ തമിഴക രാഷ്ട്രീയത്തിൽ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പാർട്ടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പാർട്ടി വിട്ട് പുറത്തു പോകാൻ അണ്ണാമലൈ തീരുമാനമെടുത്തിരിക്കുന്നു. ദേശീയ നേതൃത്വം എന്തു പറയുന്നു എന്നുള്ളത് കേൾക്കാനായിരിക്കാം ഇന്നിപ്പോൾ അണ്ണാമലൈ അവിടേക്ക് പോയത്. ഏതു വിധേനയും അണ്ണാമലൈ പിടിച്ചു നിർത്താനുള്ള ചർച്ചകളായിരിക്കാം ദേശീയ നേതൃത്വം നടത്തുക. അതേസമയം ദില്ലിയിൽ എത്താനുള്ള തീരുമാനം അണ്ണാമലൈ എടുത്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിൽ 50% ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം വിജയിച്ചു എന്ന് തന്നെ പറയണം. ബാക്കിയുള്ള 50% അവിടെ നടക്കുന്ന ചർച്ചകളിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളെ അനുസരിച്ചായിരിക്കും. 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളിൽ ആകൃഷ്ടനായി തൻ്റെ IPS ഉദ്യോഗം പോലും രാജിവെച്ച് അണ്ണാമലൈ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അദ്ദേഹം ബി.ജെ.പിയിൽ ചേർന്ന് പ്രവർത്തിച്ചതോടുകൂടി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടായി. 2022 അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ അധ്യക്ഷനായി. അതോടുകൂടി ബി.ജെ.പി തമിഴകത്ത് വലിയ കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. തമിഴ്നാട്ടിൽ അണ്ണാ DMKയുമായി ഒരു കാരണവശാലും കൂട്ടുകൂടാൻ പാടില്ലെന്നും അണ്ണാ DMK അഴിമതി പാർട്ടിയാണെന്നും പ്രഖ്യാപിക്കുകയാണ് ഈ അണ്ണാമലൈ ആദ്യം ചെയ്തത്. അതോടുകൂടി തമിഴക രാഷ്ട്രീയത്തിൻ്റെ ഒരു NDA സംവിധാനം പൊളിഞ്ഞു. ഒറ്റയ്ക്ക് നിൽക്കാമെന്നും ഒറ്റയ്ക്ക് തന്നെ ദ്രാവിഡ പാർട്ടികളുടെ കുത്തക പൊളിക്കാമെന്നുമായിരുന്നു അണ്ണാമലൈ കണക്ക് കൂട്ടിയത്. ആ കണക്ക് കൂട്ടലിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ യോജിച്ചു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളൊന്നും നേടാൻ കഴിയാതെ വന്നതോടുകൂടി ബി.ജെ.പി കേന്ദ്ര നേതൃത്വം അണ്ണാമലൈയുടെ ആശയത്തെ കടുംവെട്ട് വെട്ടുകയായിരുന്നു. അണ്ണാമലയെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നാൽ മതിയാകില്ല, അവിടെ NDA സഖ്യം ഉണ്ടായേൽ കഴിയൂ, NDA സഖ്യം ഉണ്ടെങ്കിൽ മാത്രമേ DMKയെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്നാണ് അമിത്ഷാ വിധിയെഴുതിയത്. ഇതിനനുസരിച്ച് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അണ്ണാമലയെ മാറ്റുകയും AIADMKയെ NDAയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ബി.ജെ.പി നേതൃത്വം പറഞ്ഞിരുന്നത് അദ്ദേഹത്തെ
ദേശീയ നേതൃത്വത്തിൽ ആവശ്യമുണ്ട് എന്നതാണ്. ഒരു ഘട്ടത്തിൽ BJPയുടെ ദേശീയ അധ്യക്ഷനായി അണ്ണാമലൈ വരുമെന്ന ചർച്ചകൾ പോലും നടന്നിരുന്നു. പക്ഷേ BJPയുടെ ദേശീയ അധ്യക്ഷനായി അണ്ണാമലൈ വരുന്നതിനെ എതിർത്തത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അണ്ണാമലൈ വരുന്നതിനോട് യോജിപ്പുണ്ടായിരുന്നുവെങ്കിലും അമിത്ഷാ അതിനെ എതിർത്തുകൊണ്ടിരുന്നു. പിന്നീട് ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അണ്ണാമലൈ ദേശീയ ജനറൽ സെക്രട്ടറി ആകുമെന്ന് പ്രതീക്ഷിച്ചു. പലതവണ BJP നേതൃത്വം ദേശീയ ജനറൽ സെക്രട്ടറി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾ നൽകിയിരുന്നു. അതായത് നിതിൻ നബീൻ ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ദേശീയ തലത്തിൽ ടീമിനെ പ്രഖ്യാപിക്കാൻ ഇതുവരെ BJPക്ക് സാധിച്ചിട്ടില്ല. ആ ടീമിൽ നിർണായകമായ സ്ഥാനത്ത് അണ്ണാമലൈ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും പ്രഖ്യാപനം അനന്തമായി വൈകി. അതോടൊപ്പം തന്നെ അണ്ണാമലൈ കേന്ദ്രമന്ത്രിയാകും എന്ന ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ഒക്കെ മത്സരിപ്പിച്ചുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി പദം അത് അണ്ണാമലൈക്ക് നൽകുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അതും ഇപ്പോൾ വൈകുകയാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജ്യസഭാ സ്ഥാനാർത്ഥികളെ ഇതുവരെയും BJP പ്രഖ്യാപിച്ചിട്ടില്ല. അതുവരെ കാത്തു നിൽക്കാതെ ഇനിയും കേന്ദ്രമന്ത്രി സ്ഥാനമില്ലെങ്കിൽ പാർട്ടിയെ കളഞ്ഞിട്ട് ഇറങ്ങിപ്പോകാനാണ് അണ്ണാമലൈ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. പക്ഷേ ഏറ്റവും ഒടുവിലായി ദേശീയ നേതൃത്വം നടത്തിയ അനുനയ നീക്കങ്ങൾ നേരിയ തോതിൽ വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അണ്ണാമലൈ ദില്ലിയിലെത്തുകയതു തന്നെ അതിൻ്റെ സൂചനയാണ്. ചർച്ചകൾ ഫലം കാണുമോ എന്നറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, തമിഴക രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതിരുന്ന BJPയെ അവിടെ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റുന്നതിൽ അണ്ണാമലൈക്ക് കൃത്യമായ പങ്കുണ്ട്. ദേശീയ നേതൃത്വത്തിൻ്റെ അടിക്കടിയുള്ള ഇടപെടലുകളില്ലാതെ BJP സംസ്ഥാന ഘടകത്തെ അണ്ണാമലയെ ദീർഘകാലത്തേക്ക് ഏൽപ്പിച്ചാൽ തമിഴക രാഷ്ട്രീയത്തിൽ അധികാരത്തിൽ വരാനുള്ള ശക്തിയായി പോലും BJPയെ മാറ്റാൻ അണ്ണാമലയ്ക്ക് കഴിയുമായിരുന്നു. ആ ഘട്ടത്തിലാണ് സഖ്യത്തെ നിലനിർത്താൻ വേണ്ടി അമിത്ഷാ അണ്ണാമലയെ മാറ്റിയത്. എന്നാൽ വിജയുടെ വിജയത്തോടുകൂടി അണ്ണാമലയുടെ വാദം ശരിയായിരുന്നു എന്ന് കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു. ഒറ്റയ്ക്ക് നിന്നാൽ പോലും DMKയെ അട്ടിമറിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവിടെ BJP അണ്ണാമലയെ മാറ്റിയതോടുകൂടി തകർന്നടിഞ്ഞു. നേരത്തെ അണ്ണാമലൈ അല്ലെങ്കിൽ നേരത്തെ ഒറ്റയ്ക്ക് നിന്നപ്പോൾ കിട്ടിയ വോട്ട് പോലും ഈ സഖ്യമായി മത്സരിച്ചപ്പോൾ BJPക്ക് കിട്ടിയില്ല. സീറ്റുകളുടെ എണ്ണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 1 കുറഞ്ഞു. ഇതെല്ലാം കേന്ദ്ര നേതൃത്വത്തിന് തമിഴ്നാട്ടിൽ പാളി എന്നതിൻ്റെ തെളിവാണ്. പക്ഷേ ഇപ്പോഴും അണ്ണാമലയെ തിരിച്ചു കൊണ്ടുവരാൻ കേന്ദ്ര നേതൃത്വം തയ്യാറാകുന്നില്ല. അവരുടെ തെറ്റ് കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുന്നില്ല. ഈ ഘട്ടത്തിലാണ് അണ്ണാമലൈ പാർട്ടി വിടാൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് സൂചന. പക്ഷേ ഇന്നത്തെ ചർച്ചകൾ കഴിയുന്നതോടുകൂടി അണ്ണാമലൈ അകത്താണോ പുറത്താണോ എന്ന കൃത്യമായ വിവരം ലഭിക്കുമെന്നാണ് സൂചന.